ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന വെണ്ടക്കായ സാമ്പാർ ഉണ്ടാക്കാൻ പോകണം കേട്ടോ. അതിൽ മെയിൻ ആയിട്ട് വെണ്ടക്കായും 2 തക്കാളി മാത്രമേ വേണ്ടൂ. വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. വറുത്തരയ്ക്കണമൊന്നുമില്ല, പൊടിയിട്ടുള്ള സാമ്പാറാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോവാം. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് ഇൻഗ്രീഡിയൻസൊക്കെ നേരത്തെ തന്നെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ വെണ്ടക്കായ സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 6-7 വെണ്ടക്കായ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 5-10 ചെറിയ ഉള്ളി, 2 തക്കാളിയാണ് എടുത്ത് വെച്ചേക്കണത്. അപ്പോൾ ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ ഒരു സവോള എടുത്തോളൂ കേട്ടോ. ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് മുറിച്ച് വയ്ക്കാം. അതിനു മുമ്പ് നമുക്ക് പരിപ്പ് അടുപ്പത്തിടാം. ഞാൻ ഈ 100 ml കപ്പിൽ ഒരു 1/2 കപ്പ് പരിപ്പാണ് എടുത്തത്. അത് ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ. അത് പരിപ്പ് നന്നായി കഴുകിയെടുത്തു. ഇനി നമുക്കതിലേക്ക് ഒരു കഷ്ണം കായം ഇട്ട് കൊടുക്കാം. ഈ കായം പരിപ്പിലിട്ട് വേവിച്ച് കഴിഞ്ഞാൽ സാമ്പാറിന് നല്ല മണമാണ്. അപ്പോൾ പരിപ്പിലേക്ക് കായത്തിൻ്റെ കഷ്ണം ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു പച്ചമുളക് കീറിയിട്ടു. പിന്നെ പരിപ്പ് വേവാൻ വേണ്ടത്ര വെള്ളം ഒഴിച്ചു കൊടുക്കുക. ആ പരിപ്പിൻ്റെ മുകളിൽ നിൽക്കണ അത്ര വെള്ളം ഒഴിച്ചു കൊടുക്കുക, അത്രേ ഉള്ളൂ. ഞാൻ ഈ കുക്കറിൻ്റെ അടുപ്പിലേ ഈ വിസിലിൻ്റെ ഭാഗത്തും സേഫ്റ്റി വാലിൻ്റെ ഭാഗത്തും കുറച്ചൊരു എണ്ണ തടവി കൊടുത്താൽ ചിലപ്പോൾ കുക്കറിൽ നിന്ന് കുറച്ച് വെള്ളമൊക്കെ പുറത്ത് വരില്ലേ, അതിനൊരു ശമനം ഉണ്ടാവും. ഒന്ന് ചെയ്ത് നോക്കിയോളൂ കേട്ടോ. അപ്പോൾ കുക്കർ അടച്ച് 2 വിസിൽ. അപ്പോൾ 2 വിസിൽ വേണ്ടിയിട്ട് കുക്കർ അടുപ്പത്ത് വെച്ചു. ഇനി നമുക്ക് ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തത്. 2 ടേബിൾ സ്പൂൺ കേട്ടോ. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് ആദ്യം നമ്മൾ ചെറുള്ളി ഇട്ട് കൊടുത്തു. ചെറുള്ളി ഇട്ട് കൊടുത്തിട്ട് ആ ചെറുള്ളി ഒന്ന് വഴറ്റിയെടുക്കണം. നമ്മൾ സാമ്പാറിലൊക്കെ വഴറ്റിയെടുക്കില്ലേ, അതേപോലെ തന്നെ നമ്മൾ ഉള്ളി സാമ്പാർ ഉണ്ടാക്കുമ്പോൾ ചെറുള്ളി വഴറ്റില്ലേ, അതേപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ചെറുള്ളി ഒന്ന് വഴന്നു കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് വെണ്ടക്കായ മുറിച്ച് ഇട്ട് കൊടുക്കാം. അപ്പോൾ വെണ്ടക്കായ മുറിച്ച് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നല്ലോണം വഴറ്റുക. വെണ്ടക്കായയിൽ ആ നൂല് വരുമല്ലോ, ആ നൂല് നിൽക്കുന്നവരെ വഴറ്റുക. ഒന്ന് ഡ്രൈ ആവണം, അതുവരെ വഴറ്റി കൊടുക്കണം. അപ്പോൾ നല്ലോണം വഴറ്റി കൊടുക്കുക. ഇപ്പോൾ ഉള്ളി കുറേശ്ശെ ബ്രൗൺ ആവുന്നുണ്ട്. വെണ്ടക്കായ നല്ല ഡ്രൈ ആയിട്ട് വരുന്നുണ്ട്. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല, അപ്പോൾ ഉപ്പ് ഇട്ട് കൊടുക്കുക. ഉപ്പിട്ട് കൊടുത്താൽ ഉള്ളി വേഗമാവുകയും ചെയ്യും. ഇനി നമ്മൾ തക്കാളിയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ തക്കാളി ഒന്ന് പെട്ടെന്ന് വഴന്ന് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇനി നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് നല്ലോണം ഒന്ന് വഴറ്റാം. ഇനി തക്കാളി ഒന്ന് ഉടഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് 1-2 മിനിറ്റ് അടച്ച് വെക്കുകയും ചെയ്യാം. ഒന്ന് നല്ലോണം ഇളക്കിയതിന് ശേഷം നമുക്ക് 1-2 മിനിറ്റ് അടച്ച് വെച്ച് തക്കാളി ഒന്ന് ഉടഞ്ഞ് കിട്ടും. അപ്പോൾ നമുക്ക് അടച്ച് വയ്ക്കാം. ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞു. നമുക്ക് തുറന്ന് നോക്കാം നമ്മുടെ തക്കാളി ഉടഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കാം കേട്ടോ. ഇപ്പോൾ തക്കാളി പകുതി ഒന്ന് വേവായിട്ടുണ്ട്. അപ്പോൾ തക്കാളി വെണ്ടക്കായ ഉള്ളിയൊക്കെ പാകമായിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഈ സമയത്ത് നമ്മുടെ കുക്കർ വിസിലൊക്കെ പോയി നമുക്ക് തുറക്കാറായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തുറന്ന് നോക്കി, നമ്മുടെ പരിപ്പ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമ്മൾ പുളി കുറച്ച് വെള്ളത്തിൽ നേരത്തെ ഇട്ട് വെച്ചിരുന്നു. ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളിയാണ് ഇട്ട് വെച്ചിരുന്നത്. അത് നല്ലോണം കുതിർന്നിട്ടുണ്ട്. നമുക്ക് ഈ പരിപ്പൊന്ന് നന്നായിട്ട് ഉടച്ചു കൊടുക്കാം. അതിലേക്ക് നമ്മൾ വഴറ്റി വെച്ച് കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് നമ്മുടെ പുളി ഒന്ന് കൂട്ടി തിരുമ്പിയിട്ട് ആ പുളിവെള്ളവും ചേർത്ത് കൊടുക്കണം. തക്കാളി 2 ചേർത്തിട്ടുണ്ട്. അപ്പോൾ പുളി നോക്കിയിട്ട് ചേർക്കുക കേട്ടോ. അപ്പോൾ പുളിവെള്ളം ആവശ്യത്തിന് നമ്മുടെ പുളി എത്ര വീട്ടിൽ ടേസ്റ്റ് ഇഷ്ടമാണോ അതനുസരിച്ച് ചേർക്കുക. അപ്പോൾ പുളി കൂടി ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് അടുപ്പത്ത് വെച്ചിട്ട് കുറച്ചും കൂടി വെള്ളം ചേർത്തിട്ട് ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് ഒന്ന് തിളപ്പിക്കാൻ വെക്കാം. ഇനി പുളിയൊക്കെ ഒന്ന് പിടിക്കണമല്ലോ. അപ്പോൾ സ്റ്റൗ ഓൺ ചെയ്തു. ആ സമയത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. ഇനി നല്ലോണം തിളക്കട്ടെ, ആ പുളിയൊക്കെ കഷ്ണത്തിൽ പിടിക്കട്ടെ. നമുക്ക് ഈ സമയത്ത് ഉപ്പിൻ്റെ ടേസ്റ്റ് നോക്കണം. എന്നിട്ട് നമുക്ക് നമ്മളെ കഷ്ണം വഴറ്റുമ്പോൾ കുറച്ച് ഉപ്പിട്ടതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് സാമ്പാറിന് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ കഷ്ണം നന്നായിട്ട് തിളക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തു. ഇനി നല്ലോണം ഉപ്പും പുളിയൊക്കെ കഷ്ണത്തിൽ നന്നായിട്ട് പിടിക്കുന്നവരെ നമ്മൾ നല്ലോണം തിളപ്പിക്കണം. സ്റ്റൗ മീഡിയത്തിൽ വെച്ചിട്ട് നല്ലോണം തിളപ്പിക്കുക. ഇപ്പോൾ പുളിയൊക്കെ കൂട്ടി നല്ലോണം തിളച്ചു. ഇനി നമുക്ക് പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. വെളിച്ചെണ്ണയിൽ വറുത്തിടുമ്പോഴാണ് കൂടുതൽ സ്വാദ്. പിന്നെ നമ്മൾ മസാല ചേർത്തിട്ടില്ലോ, മസാലയും കൂടി ഒന്ന് ചൂടാക്കിയിടണം. അപ്പോൾ ആദ്യം വറ്റൽമുളക് ഇട്ട് കൊടുത്തു. 1 സ്പൂൺ കടുക് ഇട്ട് കൊടുത്തു. കുറച്ച് ഫ്രഷ് കറിവേപ്പില ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് ആ കറിവേപ്പില നല്ലോണം മൂത്ത് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് വെക്കണം. എന്ന് വെച്ചാൽ നല്ല ചൂടിൽ നമ്മുടെ മസാലപ്പൊടികൾ കരിഞ്ഞു പോകും. അപ്പോൾ 1 സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. 1 സ്പൂൺ സാമ്പാർ പൊടി, 1 സ്പൂൺ നല്ല മുളക് പൊടി ചേർത്ത് കൊടുത്തു. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ഉലുവപ്പൊടിയാണ്. ഒരു 1/4 ടീസ്പൂൺ ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ ഓൾറെഡി കായ ഇട്ടുണ്ടല്ലോ,
ഒന്ന് നല്ലോണം ഇളക്കി കൊടുക്കുക. ഈ സമയത്ത് സ്റ്റൗ ഓഫാണ്. അപ്പോൾ ഈ എണ്ണയുടെ ചൂടിൽ നമ്മുടെ മസാല നല്ലോണം മൂത്ത് കിട്ടും നമുക്ക്. അപ്പോൾ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമ്മുടെ സാമ്പാറിലേക്ക് ചേർത്ത് കൊടുക്കാം. സാമ്പാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നല്ലോണം ഇളക്കിയിട്ട് വെള്ളം കുറവ് തോന്നുകയാണെങ്കിൽ നമ്മൾ വറുത്തിട്ട ഈ പാനിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതും കൂടെ ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് 5 മിനിറ്റ് തിളപ്പിച്ചെടുക്കണം. 5 മിനിറ്റ് തിളപ്പിച്ചാലേ ആ മസാലയൊക്കെ കഷ്ണത്തിലൊക്കെ പിടിക്കുള്ളൂ. അപ്പോൾ ഒരു മീഡിയത്തിൽ വെച്ചിട്ട് നല്ലോണം തിളപ്പിച്ചെടുക്കുക. അപ്പോൾ നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ സാമ്പാർ തയ്യാറായി. ഒന്ന് ഇളക്കി കൊടുത്തോളൂ. ഇപ്പോൾ മസാലയൊക്കെ നമ്മുടെ വെണ്ടക്കായലും തക്കാളിയിലും ഉള്ളിലൊക്കെ സാമ്പാർ മസാലയൊക്കെ പിടിച്ചിട്ടുണ്ടാവും. നല്ല കായത്തിൻ്റെ മണവും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഞാനൊന്ന് ടേസ്റ്റ് നോക്കട്ടെ. അതിന് മുമ്പ് കുറച്ച് മല്ലിയിലയാണ് ഇട്ട് കൊടുക്കുന്നത്. ഉണങ്ങിയ മല്ലിയിലയാണ് ഇട്ട് കൊടുത്തത്. അത് ഓപ്ഷനിൽ മാത്രമാണ്. ഞാനൊന്ന് ടേസ്റ്റ് നോക്കട്ടെ കേട്ടോ. അപ്പോൾ ഞാൻ ഉപ്പും മുളകൊക്കെ ഉണ്ടോ നോക്കട്ടെ. നല്ല സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ സാമ്പാർ നമുക്ക് സെർവിങ് ബോളിലേക്ക് മാറ്റാം. അപ്പോൾ ഞാൻ സാമ്പാർ സെർവിങ് ബോളിലേക്ക് മാറ്റി. എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. വളരെ ഈസി ആയിട്ടുള്ള സാമ്പാറാണ്. എല്ലാവരും ചെയ്ത് നോക്കി അഭിപ്രായങ്ങൾ പറയണം. അതുപോലെ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കാണുന്ന ആ ബെല്ലൈക്കൻ കൂടി അമർത്താൻ മറക്കരുത്. അപ്പോൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത് തന്നെ കാണാം കേട്ടോ. താങ്ക് യു.